ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡെറിവേറ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെറിവേറ്റീവിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓൺ ദി ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡെറിവേറ്റീവിനെ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അണ്ടർലൈയിങ് അസറ്റ് എന്താണ്? അണ്ടർലൈയിങ് അസറ്റ് ഈസ് എനി വാല്യബിൾ അസറ്റ് ദാറ്റ് ഈസ് ദ ബേസ് ഓഫ് ഡെറിവേറ്റീവ്. അല്ലേ, ഡെറിവേറ്റീവിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇത് അണ്ടർലൈയിങ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അണ്ടർലൈയിങ് അസറ്റ്, ദ വാല്യൂ ഓഫ് ദി ഡെറിവേറ്റീവ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ്. ഒരു ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, ആശ്രയിച്ചിരിക്കുന്ന ഏതിനെയാണ്? വാല്യൂ ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂവിനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അണ്ടർലൈയിങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഡെറിവേറ്റീവിനെ വിവിധ തരമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്ന്. ഓക്കെ, ഒന്നാമത്തേതാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്. ഓക്കെ, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അണ്ടർലൈയിങ് അസറ്റിൻ്റെ കേസിൽ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്നും രണ്ടാമത്തേത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുമാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് നോക്കാം. എന്താണ് കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്നുള്ളത്? കൊമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുക്കൾ, സാധനങ്ങൾ, അങ്ങനെയുള്ള അർത്ഥമാണ് അല്ലേ. കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് were the first to emerge. In the case of commodity derivatives, the underlying assets are commodity. സാധനങ്ങളാണ് അല്ലേ, ചില വസ്തുക്കളാണ്, സാധനങ്ങളാണ് എന്തായിട്ട് വരുന്നത്? അണ്ടർലൈയിങ് അസറ്റായിട്ട് വരുന്നത് ഇവിടെ ഒരു കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൽ. ദ കമ്മോഡിറ്റീസ് മേ ബി അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. കമ്മോഡിറ്റീസ് എന്ത് ചെയ്യാം? ഈ വസ്തുക്കൾ എന്ത് ചെയ്യാം? ഒന്നുകിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആവാം, കാർഷിക ഉൽപ്പന്നങ്ങളാവാം, ലൈക്ക് റൈസ്, വീറ്റ്, കോട്ടൺ, ഓയിൽ, സോയ, ടീ, കോഫി, റബ്ബർ എക്സെട്ര. അല്ലേ, അരിയാവാം, ഗോതമ്പാവാം, കോട്ടൺ ആവാം, ഓയിലാവാം, സോയാബീൻ ആവാം, ചായപ്പൊടിയാവാം, കോഫി ആവാം, റബ്ബറാവാം, അങ്ങനെയുള്ള എന്തുമാവാം. ഓർ മെറ്റൽസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മെറ്റൽസ് ആവാം, കോപ്പർ, ഗോൾഡ്, സിൽവർ, അതുപോലെയുള്ള മറ്റ് കൊമ്മോഡിറ്റീസ് ആവാം. അപ്പോൾ ഇതാണെന്ത്? കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. ഇൻ കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ദ അണ്ടർലൈയിങ് അസറ്റ്സ് ആർ കൊമ്മോഡിറ്റീസ്. ദ കൊമ്മോഡിറ്റീസ് മേ ബി അഗ്രികൾച്ചറൽ കൊമ്മോഡിറ്റി. The underlying asset may be agricultural commodities like rice, wheat, cotton, oil, soya, tea, coffee, rubber, etc. Or metals like copper, gold, silver or any other commodities. Okay, ഇതാണ് commodity derivatives എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റിൽ വരുന്നതാണ്. അടുത്ത് നോക്കാം ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അണ്ടർലൈയിങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ദ അണ്ടർലൈയിങ് അസറ്റ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ പ്രൊഡക്റ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്. അല്ലേ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സോ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളോ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സോ ഫിനാൻഷ്യൽ പ്രോഡക്റ്റോ അണ്ടർലൈയിങ് അസറ്റായിട്ട് ഉപയോഗിക്കുന്ന ഡെറിവേറ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ഇൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ദ വാല്യൂ ഓഫ് ദി ഡെറിവേറ്റീവ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റിന് എക്സാമ്പിൾ? ഫോറിൻ എക്സ്ചേഞ്ച്, കറൻസി, അല്ലെങ്കിൽ ഷെയർ, സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് റേറ്റ് പോലെയുള്ളവയൊക്കെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കാം. ഒന്നാമത്തേതാണ് കറൻസി ഡെറിവേറ്റീവ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കറൻസി ഡെറിവേറ്റീവ്സ്. ദീസ് ആർ ബേസ്ഡ് ഓൺ ദി എക്സ്ചേഞ്ച് റേറ്റ്സ് ഓഫ് വേരിയസ് കറൻസീസ്. വ്യത്യസ്തമായ കറൻസികളുടെ മൂല്യത്തിൻ്റെ, വിനിമയ നിരക്കിൻ്റെ, എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്?
കറൻസി ഡെറിവേറ്റീവ് ഉള്ളത്. ഇന്ത്യൻ റുപ്പി, US ഡോളർ, ബ്രിട്ടീഷ് പൗണ്ട്, ജപ്പാനീസ് യെൻ പോലെയുള്ള ഇതിലാണ്. കറൻസി ഡെറിവേറ്റീവ് came to force only after 1972 when the fixed exchange rate system under Bretton Woods system came to an end. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ബ്രിട്ടൺ വുഡ് സിസ്റ്റം പ്രകാരമുള്ള ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന് 1972 അവസാനമായതിനു ശേഷമാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ എന്ത് ചെയ്തത്, ഈ പറയുന്ന കറൻസി ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓൺ ഫിനാൻഷ്യൽ അസറ്റ് ഓൺ കറൻസിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് കറൻസി ഫ്യൂച്ചേഴ്സ് എവിടെയാണ് വന്നിട്ടുള്ളത്? ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റിലാണ്. എവിടെയാണ്? ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ അമേരിക്കയിൽ 1972 ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിലെ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിലാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ടുള്ള കറൻസിയുടെ മുകളിലുള്ള ഒരു ഡെറിവേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്. ദീസ് ആർ ദി ഡെറിവേറ്റീവ് വേർ ദ അണ്ടർലൈയിങ് അസറ്റ്സ് ആർ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പലിശ നിരക്ക് അണ്ടർലൈയിങ് അസറ്റായിട്ടുള്ള ഡെറിവേറ്റീവാണ് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള പലിശ നിരക്കുകൾ ഏതൊക്കെയെന്ന് നോക്കണം. അതിലൊന്നാണ് ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ്, ലിബോർ എന്നറിയപ്പെടും. ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ്, ഓർ ഇൻസ്ട്രുമെൻറ്റ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി ഇൻട്രസ്റ്റ് റേറ്റ് സച്ച് ആസ് ട്രഷറി ബില്ല്, ട്രഷറി ബോണ്ട് പോലെയുള്ളവയുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ, ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെറിവേറ്റീവാണ് ഇത്. അടുത്തത് നോക്കാം, ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്. The most popular derivatives are equity derivatives. Here the underlying assets are equity stock. ഇക്വിറ്റി ഷെയറുകൾ അണ്ടർലൈയിങ് അസറ്റായിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഇത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് സ്റ്റോക്ക് ഇൻഡൈസസ് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. സ്റ്റോക്ക് ഇൻഡൈസസ് ഡെറിവേറ്റീവ്സ് നോക്കുക. സ്റ്റോക്ക് ഇൻഡൈസസ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡൈസുകളുണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സുകളുണ്ട് അല്ലേ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ഇത് സെൻസെക്സ് എന്നറിയപ്പെടുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ഇത് നിഫ്റ്റി എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ഇൻഡൈസുകൾ അല്ലെങ്കിൽ ഇൻഡെക്സുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഇത് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. മാർക്കറ്റ് റിസ്കിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. ദീസ് ആർ ബീങ് യൂസ്ഡ് ഫോർ മാനേജിങ് ദ ക്രെഡിറ്റ് റിസ്ക് ഓൺ ഡിഫോൾട്ട്. ക്രെഡിറ്റ് റിസ്കിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡെറിവേറ്റീവാണ് ഇത് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ക്രെഡിറ്റ് റിസ്ക് പലപ്പോഴും നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ, വായ്പ നൽകിക്കഴിഞ്ഞാൽ അത് തിരികെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളുണ്ടാവും. ഒരു പക്ഷേ വായ്പ കൊടുത്ത വ്യക്തി ബോറോവർ അല്ലെ, വായ്പ വാങ്ങിയ വ്യക്തി ബോറോവർ ലെൻഡർക്ക് പണം തിരികെ നൽകുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് റിസ്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്ക് ഉണ്ടാവുന്നുണ്ട്. അറിയാലോ, കടം കൊടുത്ത വ്യക്തിക്ക് കടം വാങ്ങിയ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ പണം തിരികെ കൊടുക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ റിസ്കിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്ക് എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് റിസ്കിനെ അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്കിനെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡെറിവേറ്റീവ്സ് ആണ് ഇത് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തതാണ് അതർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. മറ്റ് തരത്തിലുള്ള ഡെറിവേറ്റീവും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് വാറൻസ്. വാറൻസ് എന്താ? ഓപ്ഷൻസ് ജനറലി ഹാവിങ് എ പീരീഡ് ഓഫ് അപ് ടു 1 ഇയർ അല്ലേ. ഓപ്ഷൻസിന് സാധാരണ കാലാവധി മെച്യൂരിറ്റി പീരീഡ് 9 മാസം മുതൽ 1 വർഷം വരെയൊക്കെയാണ് ഉണ്ടാവുക. മെജോറിറ്റി ഓപ്ഷൻസ് ആർ ട്രേഡഡ്
വിത്ത് മാക്സിമം മെച്യൂരിറ്റി ഓഫ് 9 months. ഭൂരിഭാഗം വരുന്ന ഓപ്ഷൻസുകളും ട്രേഡ് ചെയ്യപ്പെടുന്നത് 9 മാസത്തെ മാക്സിമം കാലാവധിയോട് കൂടിയിട്ടാണ്. എന്നാൽ ലോങ് ഡേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാലത്തേക്കുള്ള ഓപ്ഷനുകളെ പറയുന്ന പേരാണെന്ത്? വാറൻസ് എന്നുള്ളത്. വാറൻസ് ആർ ദി ഓപ്ഷൻസ് ട്രേഡഡ് ത്രൂ ദി ഓവർ ദ കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓവർ ദ കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്നതാണ് ഇത് വാറൻസ്. ഇതിന് ലോങ് ഡേറ്റഡ് ആയിരിക്കും, ഒരുപാട് കാലാവധി ഉള്ളതായിരിക്കും. അടുത്തതാണ് ലീപ്സ്. ലീപ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ടേം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റീസ്. ദീസ് ആർ ഓപ്ഷൻസ് ഹാവിങ് എ മെച്യൂരിറ്റി ഓഫ് അപ് ടു 3 years. 3 വർഷം വരെ കാലാവധിയുള്ള ഓപ്ഷനുകളാണ് ലീപ്സ് എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തേതാണ് ബാസ്ക്കറ്റ്സ്. അതിൽ പറയുന്നത് എന്താണ്? ഹിയർ ദ ഓപ്ഷൻസ് ഓഫ് പോർട്ട്ഫോളിയോ അണ്ടർലൈങ് അസറ്റ്. ഹിയർ ആർ ദ ഓപ്ഷൻസ് ഓൺ പോർട്ട്ഫോളിയോസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. ദ അണ്ടർലൈങ് അസറ്റ് ഈസ് യൂഷ്വലി എ മൂവിങ് ആവറേജ് ഓഫ് ദി ബാസ്ക്കറ്റ് ഓഫ് അസറ്റ്. ഒരു പോർട്ട്ഫോളിയോ സെക്യൂരിറ്റീസിൻ്റെ കീഴിൽ, ഒരു കൂട്ടം സെക്യൂരിറ്റീസിൻ്റെ കീഴിൽ അതിനെ അണ്ടർലൈങ് അസറ്റായിട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ മൂവിങ് ആവറേജിൻ്റെ അടിസ്ഥാനത്തിൽ വാല്യൂ എറൈസ് ഉണ്ടാക്കുന്നതാണ് ഇത് ബാസ്ക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ അണ്ടർലൈങ് അസറ്റായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഓപ്ഷൻസുകളാണ് ഇത് ബാസ്ക്കറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് വെദർ ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. Weather derivatives are financial instruments that can be used by the organizations or individuals as a part of risk management strategies to reduce the risk associated with adverse or unexpected weather condition. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന റിസ്കിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഇത് വെദർ ഡെറിവേറ്റീവ്സ്. ദീസ് ആർ ദി ഡെറിവേറ്റീവ് വേർ ദ അണ്ടർലൈങ് അസറ്റ് മേ ബി റെയിൻ, ടെമ്പറേച്ചർ, സ്നോ, ഹ്യൂമിഡിറ്റി. വെദർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സാധാരണ ഡെറിവേറ്റീവാണ്. ഇവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് പരിഗണിക്കുന്ന എന്താണ്? ഒന്നുകിൽ മഴയായിരിക്കും, അല്ലെങ്കിൽ ഊഷ്മാവായിരിക്കും, ഒന്നുകിൽ മഞ്ഞായിരിക്കും, ഒന്നുകിൽ ഈർപ്പമായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വെദർ ഡെറിവേറ്റീവിലെ അണ്ടർലൈയിങ് അസറ്റായിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് വെദർ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്ന ഫാർമേഴ്സാണ്. അതായത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം നഷ്ടമുണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.